കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ 17 ദിവസം നോമ്പുകാല തിരുവചനങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ധ്യാനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മഹത്വമായ മഹിമയേറിയ ഉത്ഥാനത്തിലേക്ക്, നിത്യരക്ഷയിലേക്ക് എല്ലാവരെയും പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ ലക്ഷ്യം. കർത്താവ് അതിനു വേണ്ടിയാണല്ലോ നമ്മളെല്ലാവരെയും ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചയച്ചിട്ടുള്ളത്. അവിടുത്തെ സേവിക്കാൻ, അവിടുത്തെ എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളെയും സ്നേഹിച്ച് ഈ ലോകത്തെ നമ്മുടെ ജീവിതചക്രം പൂർത്തിയാക്കി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയരുക, അവിടെ നിന്ന് ലയിക്കുക, വിലയം പ്രാപിക്കുക. അതാണല്ലോ നമ്മൾ ആദ്യത്തെ ടോക്കിൽ കണ്ടത്. അവനിൽ വിലയം പ്രാപിക്കുക. കാരണം കർത്താവ് നമ്മുടെ ആത്മാവിനെ തീഷ്ണതയോടെ, അല്ലെങ്കിൽ അസഹിഷ്ണുവായ ദൈവം നമ്മുടെ മനുഷ്യാത്മാവിനെ തീഷ്ണതയോടെ അഭിലഷിക്കുകയാണ്. ആണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനത്തിൽ നമ്മോട് പറയുന്നത്. തീഷ്ണമായി ആഗ്രഹിക്കുന്നു. കാരണം അവനാണ് അതിൻ്റെ ഉടമ. നമ്മളങ്ങനെയല്ലേ? ഈ ലൗകികമായ ചിന്തകളിൽ നോക്കുമ്പോൾ, ഇമ്മ പ്രവർത്തികൾ നോക്കുമ്പോൾ, നമ്മുടെ ഒരു വസ്തു അതെൻ്റേതാണ്, അത് നിൻ്റേതാണ്, അങ്ങനെ നമ്മൾ വീതം വയ്ക്കാറില്ലേ? കാണുന്ന വസ്തുക്കളൊക്കെ എൻ്റേതാണെന്ന് ആരെങ്കിലും പറയോ? ഇല്ല. ഞാൻ സൃഷ്ടിച്ചവൻ, അതാണ് കർത്താവ് പറയുന്നത്. ഞാൻ സൃഷ്ടിച്ച നിന്റെ ആത്മാവ് അതിൻ്റേതാണ്, അതിനിലേക്ക് മടങ്ങേണ്ടതുമാണ്. അപ്പോൾ ഈ ധ്യാനചിന്തകളാണ് നമ്മൾ കഴിഞ്ഞ 17 ദിവസമായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായും നമുക്കൊരു വ്യതിയാനം വരാനിടയാക്കിയിട്ടുണ്ടാകാം. ദൈവത്തിങ്കിലേക്ക് തിരിയാനും ദൈവത്തിൽ എത്തിച്ചേരണമെന്നുള്ള ഒരു മോഹവും നമ്മിൽ ജനിപ്പിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മോട് മറ്റൊരു ആംഗിളിലാണ് കർത്താവ് സംസാരിക്കുന്നത്. ഇന്ന് കർത്താവ് സംസാരിക്കുന്നത് മാർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 41 മുതൽ 44 വരെ തിരുവചനങ്ങളാണ്. വിധവയുടെ കാണിക്ക. അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തുട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ ഇട്ടു. അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരെയും കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം, തൻ്റെ ഉപജീവനത്തിനുള്ളത് വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയ സ്നേഹിതരെ, ഇന്നും ഇന്നലെയും വരാനിരിക്കുന്ന കാലത്തും ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളത് നമ്മളുടെ സഭയിൽ, കത്തോലിക്ക സഭയിൽ മാത്രമല്ല എല്ലായിടത്തും ഒരു തുടർന്നു കൊണ്ടുപോകുന്ന രീതിയാണ്. പണ്ടും ആളുകൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരുന്നു. ഇന്നും ആളുകൾ നിക്ഷേപിക്കുന്നു. വരുന്ന കാലങ്ങളിലും അവർ നിക്ഷേപിച്ചു കൊണ്ടേയിരിക്കും. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടോ, അതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയിട്ടോ, അതിൻ്റെ ഫലം എന്താണെന്ന് ഊഹിച്ചിട്ടോ ഒന്നുമല്ല.
ധനികരായവർ തൻ്റെ ഔന്നത്യത്തിൻ്റെ പ്രകാശനവും പ്രകടനവുമായി അത് മാറ്റുന്നു. നമുക്കറിയാതെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. 1 കോടി സമ്പത്തുള്ളവൻ അവൻ ഒരുപക്ഷെ 1,00,000 രൂപ കൊടുത്തേക്കാം. എന്നിട്ട് അനൗൺസ്മെൻറ്റും ഉണ്ടാകും, ഇന്നയാൾ ഇത്ര രൂപ പള്ളിക്ക് സംഭാവന നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന പ്രവൃത്തി ചെയ്യാൻ വേണ്ടി സംഭാവന നൽകിയിരിക്കുന്നു. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അവൻ്റെ ഔന്നത്യം, സാമ്പത്തികമായ ഉന്നമനത്തിലാണ് അവൻ സമ്പാദിച്ചതാണ്, അവൻ ജോലിയെടുത്ത് സമ്പാദിച്ചതാണ്, അല്ലെങ്കിൽ അവൻ ബിസിനസ് ചെയ്ത് സമ്പാദിച്ചതാണെന്നുള്ള ആ അഹങ്കാരത്തെ അവൻ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ വിധത്തിൽ. മറ്റുള്ളവർ 4 ആൾ അറിയണം ഞാൻ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് 4 ആൾ അറിയണം എന്നുള്ള ഉത്കടമായ ആഗ്രഹം. സത്യത്തിൽ അതല്ലേ അതല്ലേ അഹങ്കാരം. അഹങ്കാരത്തിൻ്റെ പ്രതിഫലം എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ മറ്റൊരു കൂട്ടരുണ്ട്, ഒന്നുമില്ലാത്തവർ, അന്നന്ന് നേരത്തെ വ്യാപാരത്തിന് മാത്രമുള്ള മനുഷ്യർ, കാലത്ത് മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് കിട്ടുന്നത് മുഴുവൻ വീട്ടു ചെലവിനായി ഉപയോഗിക്കുകയും കുട്ടികളുടെ വളർത്തലിന് അവരുടെ വിദ്യാഭ്യാസത്തിനുമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന, ഒന്നും ബാക്കി കയ്യിലില്ലാത്തവരുമുണ്ട്. തെണ്ടി നടക്കുന്നവരുമുണ്ട്, ഭിക്ഷയാചിക്കുന്നവരുമുണ്ട്. ഇവരെല്ലാവരും പക്ഷേ അവരുടെ വിഹിതം കർത്താവിന് നൽകുന്നുണ്ട്. എങ്ങനെ? ഉള്ളത് കൊടുക്കുന്നു. ഉള്ളതിലൊരു ഭാഗം, അതാണ് നമ്മൾ ഇന്ന് പറയുന്ന ദശാംശം. ഉള്ളതിലൊരു ഭാഗം കൊടുക്കുന്നു. പക്ഷെ അതാരും അറിയുന്നില്ല, ആരും അറിയാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല. ഇവിടെ നമ്മൾ ഇന്ന് വായിച്ചു കേട്ട കർത്താവിൻ്റെ ഈ സുവിശേഷ ഭാഗത്ത് നമ്മളൊരു സത്യം കണ്ടു. ധനവാന്മാർ ഭാരിച്ച തുകകൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നതാണ് കണ്ടത്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട് ഇവിടെ, സൃഷ്ടാവായ ദൈവം. അവിടെ നിന്നെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവരുടെ നിര കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലാത്ത ഒരു സ്ത്രീ, വിധവയാണ്, ആരുമില്ലാത്ത ഒരു സ്ത്രീ, മറ്റാരും സഹായിക്കാനില്ലാത്ത ഒരു സ്ത്രീ, ഒരു താങ്ങും തണലുമില്ലാത്ത ഒരു സ്ത്രീ, അവരും വരികയാണ്. കാരണം തനിക്കുള്ളത് തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നൽകാം എന്ന ബോധ്യത്തോടെ. അവളുടെ ആകപ്പാടെ ഉണ്ടായിരുന്നത് 2 ചെറിയ ചെമ്പ് നാണയങ്ങളാണ്. 2 നാണയങ്ങൾ. ഒരുപക്ഷെ അതിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആ വിലയില്ലാത്ത ആ ഉള്ള ചെമ്പ് നാണയം ഈ ഭണ്ഡാരത്തിൽ അവൾ നിക്ഷേപിക്കുകയാണ്. അത് കണ്ട കർത്താവ് അത് കണ്ടു. ഞാൻ പറഞ്ഞു, നമ്മുടെ ഹൃദയങ്ങൾ വായിക്കുന്നവനാണ് അവിടുന്ന്. അവൾ ആ 2 നാണയം ഇട്ടപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ഗദ്ഗതപ്പെട്ട് കാണും, കർത്താവേ, എൻ്റെ അടുത്ത് വേറെ ഒന്നുമില്ലല്ലോ, എനിക്കുള്ളത് ഞാൻ നിനക്ക് നൽകുന്നു എന്നവൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും, മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് കണ്ട കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് പറയുകയാണ്, മക്കളെ, നിങ്ങളിത് കാണും. ഈ വിധവ, ഈ ആരുമില്ലാത്ത ഈ വിധവ, ഒരു താങ്ങും തണലുമില്ലാത്ത ഈ വിധവ തൻ്റെ കയ്യിലുണ്ടായിരുന്നത്, ഇന്നത്തെ ആഹാരത്തിനുള്ള വസ്തു മുഴുവനും ഇതാ ഈ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അവളുള്ളത് മുഴുവനും നിക്ഷേപിച്ചു. എന്നാൽ നിങ്ങൾക്ക് കുറച്ചു മുൻപ് നിങ്ങൾ കണ്ടു, ഇവിടെ വലിയ തുകകൾ നിക്ഷേപിക്കുന്നത് അത് അവരുടെ സമൃദ്ധിയിൽ നിന്നാണ്. ആ സമൃദ്ധി ആര് നൽകി? ആ സമൃദ്ധി നൽകിയത് ഞാൻ തന്നെയാണെന്ന് കർത്താവ് പറയുന്നു. ആ സമൃദ്ധി നൽകിയത് ഞാൻ തന്നെയാണ്. ഈ മകൾക്ക് ഇല്ലായ്മ വരുത്തിയതും ഞാൻ തന്നെയാണെന്നല്ലേ അതിൻ്റെ അർത്ഥം. പക്ഷേ അവളുടെ ജീവനെ കർത്താവ് വിലമതിച്ചിരുന്നു. അവളുടെ ആത്മാവിനെ കർത്താവ് വിലമതിച്ചിരുന്നത് കൊണ്ടാണ് കർത്താവ് അവളെ
മുന്നോട്ട് കൊണ്ടുവന്ന് ഈ ഭണ്ഡാരത്തിനും അരികെ നിർത്തിയിട്ട് ഉള്ള നാണയം ഇടാനുള്ള പ്രചോദനം നൽകിയത്. നമുക്കൊരു കാര്യം മനസ്സിലാകും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഈ വിധവയാണ്. മറ്റവർ ദൈവത്തിൽ ആശ്രയിക്കുകയല്ല, അവരുടെ സമ്പത്തിൽ ആശ്രയിക്കുകയാണ് ചെയ്തത്. എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് സ്ഥാനമാനങ്ങളുണ്ട്, എനിക്ക് പ്രഭാവമുണ്ട്, എനിക്ക് പ്രശസ്തിയുണ്ട്, ഇതിൽ നിന്നാണ് ഞാനിതാ കൊടുക്കുന്നത്. നിങ്ങളത് കണ്ടോ, ഇതാ എനിക്കുള്ളതിൻ്റെ വക ഞാൻ കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഈ സംവിധാനങ്ങളൊക്കെ നടത്തിക്കുന്നത് ഞങ്ങളെ പോലുള്ളവരുടെ പണം കൊണ്ടാണ് എന്ന് വിവക്ഷ. ഇവിടെ കർത്താവ് ഒരു കാര്യം വളരെ വ്യക്തമായി പറയുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയെ മാത്രമേ കർത്താവ് പരിഗണിക്കുന്നുള്ളൂ. ഈ സ്ത്രീ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടാവും, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എൻ്റെ ദൈവം എൻ്റെ കാര്യം നോക്കിക്കൊള്ളും. ഞാൻ എന്തിന് ഭയപ്പെടണം? ഞാൻ എന്തിന് ഭയപ്പെടണം? ദൈവം അവിടുന്ന് സമ്പന്നനാണ്. ഈ ലോകത്തിലുള്ള സർവത്തിൻ്റെയും ഉടമ അവനാണ്. അവൻ എൻ്റെ കാര്യം നോക്കിക്കൊള്ളും. കാരണം അവനറിയാം എനിക്ക് പട്ടിണിയാണ്, എനിക്കില്ല, എനിക്കൊന്നുമില്ല. എങ്കിലും ആ ഉള്ളത് ഞാനിതാ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. കർത്താവ് അതൊന്നെടുത്ത് 10,000 വർദ്ധിപ്പിക്കാൻ കഴിവുള്ളവനാണെന്നും എൻ്റെ കാര്യത്തിൽ അവൻ പരിഗണന നൽകുന്നവനാണെന്നും ഈ വിധവ മനസ്സിലാക്കിയിരുന്നു. ഈ വിധവയെപ്പോലെയാണ് നമ്മുടെ ജീവിതങ്ങളെയും നാം വിലയിരുത്തേണ്ടത്. പ്രിയപ്പെട്ടവരെ, കുറച്ച് പണമുണ്ടായതുകൊണ്ട് ഒന്നുമില്ല. ഇന്നുള്ളവൻ നാളെ ഇല്ലാത്തവനാകും. ഇന്നുള്ളവൻ നാളെ ഇല്ലാത്തവനാകും. പക്ഷേ കർത്താവിൽ ആശ്രയിക്കുന്നവന് ഒരു കുറവും ഉണ്ടാകുകയില്ല. ഒരു കുറവും അവിടെ നിന്ന് നോക്കിക്കൊള്ളും. കാരണം കർത്താവ് പറഞ്ഞില്ലേ, ഈ കുരുവികളെ നോക്കുവിൻ, അവ വിതയ്ക്കുകയോ കൊയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല, എങ്കിലും അവരെ കർത്താവ് സമൃദ്ധമായി പരിപാലിക്കുന്നു. സമൃദ്ധമായി പരിപാലിക്കുന്നു. അവർക്ക് വേണ്ടുന്നത് എന്തെന്ന് കർത്താവിനറിയാം. അതുപോലെ എനിക്കും നിങ്ങൾക്കും വേണ്ടുന്നത് എന്തെന്ന് കർത്താവിനറിയാം. ഒരൊറ്റ കാര്യം മാത്രം, അവനിൽ ആശ്രയിക്കുക, അവനിൽ ശരണം വയ്ക്കുക, അവനിൽ പ്രത്യാശ വയ്ക്കുക. ഈ പ്രത്യാശയിലേക്കാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ഇല്ലായ്മയും വല്ലായ്മയും എല്ലാം അങ്ങെന്നറിയുന്നുവല്ലോ. ഞങ്ങൾക്കില്ലായ്മയോ വല്ലായ്മയോ അല്ല പ്രധാനം, അങ്ങയുടെ ആശ്രയമാണ്. അങ്ങിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് കർത്താവെ അങ്ങെന്നറിയുന്നു. ഞങ്ങളെ കൈവിടരുതേ. ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ, ഞങ്ങളെ സൃഷ്ടിച്ച കർത്താവേ, അപ്പാ, ഞങ്ങളുടെ മേൽ ദയ തോന്നണമേ. ഞങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താൻ, അവിടുത്തെ സന്നിധിയിൽ വന്ന് അങ്ങേ അനവരതം കണ്ട് ആനന്ദിക്കുവാനും അങ്ങേ പാടിപ്പുകഴ്ത്തുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, ഞങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. സകല വിശുദ്ധരെ മാലാഖമാരെ, പ്രത്യേകമായി ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അത്യുന്നതനായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു